അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. ബിജെപിയുടെയും ആർഎസ്എസിന്റെയും രാഷ്ട്രീയ പദ്ധതിയാണെന്നും ഭക്തി വ്യക്തിപരമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. യുപി ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. വിവരങ്ങളുമായി കെ.പി. അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് സമയമെടുത്തിട്ടുണ്ട് എങ്കിലും ഔദ്യോഗികമായി തീരുമാനം പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് യു പി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അയോധ്യയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ജനുവരി 22 നടക്കുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആണ് ഇത് സംബന്ധിച്ച ജയറാം രമേശ് ആണ് ഇത് സംബന്ധിച്ച പ്രസ്താവന ഔദ്യോഗികമായി പുറത്ത് ഇറക്കിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, നിലവിലെ അധ്യക്ഷൻ ആയിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭയിലെ നേതാവ് ആദിർ രഞ്ജൻ ചൌധരി എന്നിവർക്കാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ക്ഷണം നൽകിയത് നേരിട്ട് തന്നെയാണ്. അതായത് ശ്രീരാം ട്രസ്റ്റിന്റെ പ്രതിനിധികൾ നേരിട്ട് എത്തിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്ഷണം നൽകിയത്. ഇതിനെ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ചടങ്ങിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ബിജെപിയും അതോടൊപ്പം തന്നെ ആർഎസ്എസും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പദ്ധതിയായി പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനെ മാറ്റിയിരിക്കുന്നു എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഒരു ചടങ്ങ് ഇപ്പോൾ ധൃതി പിടിച്ച് നടത്തുന്നത് എന്നുകൂടിയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് 2019 ആണ് അയോധ്യയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ കോടതി ഉത്തരവിനെ ബഹുമാനിക്കുന്നു എന്നുകൂടി കോൺഗ്രസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ അവരുടെ ആരാധനാമൂർത്തിയായി ശ്രീരാമനെ കാണുന്നതിനെയും ബഹുമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസം എന്നത് വ്യക്തിപരമായ വിഷയം ആണ് എന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ബിജെപിയും ആർഎസ്എസും രാഷ്ട്രീയ ആയുധമാക്കി രാഷ്ട്രീയ പദ്ധതിയാക്കി അയോധ്യയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ മാറ്റുന്നു എന്നതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു കർണാടകയിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി കോൺഗ്രസിന്റെ ഔദ്യോഗികമായി ചുമതലകൾ വഹിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിൽക്കണം എന്ന് തന്നെയാണ്. എന്നാൽ വ്യക്തിപരമായ ധാരണയുടെയോ ഇഷ്ടത്തിന്റെയോ അടിസ്ഥാനത്തിൽ നേതാക്കൾ പങ്കെടുത്താൽ എന്തായിരിക്കും നടപടി എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി, കെ.പി. അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ശംഷാബാദ് രൂപത അധ്യക്ഷനായി പ്രവർത്തിക്കുകയായിരുന്നു. സിറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഈ നിയോഗം എന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോഴും എനിക്ക് ഉറപ്പുണ്ട് സിനഡ് പിതാക്കന്മാരെ ദൈവത്തിന്റെ നിയോഗം എന്നെ അറിയിക്കുകയാണ്. ഞാൻ യോഗ്യത കൊണ്ടോ കഴിവ് കൊണ്ടോ ഏറ്റെടുക്കുകയല്ല, പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് പിതാക്കന്മാരുടെ എല്ലാവരുടെയും സഹകരണത്തോടും നമ്മുടെ വൈദികരുടെയും സമർപ്പിതരുടെയും നമ്മുടെ ദൈവജനത്തിന്റെ മുഴുവൻ സഹകരണത്തോടും കൂടെ ഇത് ദൈവാഗ്രഹിക്കുന്ന പോലെ നിർവഹിക്കാൻ പരിശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെത്രാൻ ഒരു സ്വകാര്യ സ്വത്തല്ല, മെത്രാൻ എല്ലാവരുടെയും പൊതുസ്വത്താണ്. അതുകൊണ്ട് എന്റെ ദൗത്യം കുറെ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ്.
സിറോ മലബാർ സഭയുടെ നിയുക്ത അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ടോം കുര്യാക്കോസിനൊപ്പം ചേരുകയാണ്. അതിലേക്ക് സീറോ മലബാർ സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നത്. പിതാവേ, ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും. പുതിയ ഈ ഒരു ദൗത്യത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അതോ വെല്ലുവിളി നിറഞ്ഞതാണോ? പ്രതീക്ഷയില്ലാത്തവൻ ക്രിസ്ത്യാനിയല്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യാശ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ എങ്ങനെ പരിഹരിക്കാം? പ്രതിസന്ധികളെല്ലാം തന്നെ പ്രതിവിധികൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എല്ലാവരും കേൾക്കുകയും എല്ലാവരുടെയും കൂട്ടായ ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഞാനൊരു പ്രതിവിധിയെ സംബന്ധിച്ച് ഒരു സെറ്റ് പാറ്റേൺ ഒന്നും എൻ്റെ കയ്യിലില്ല. ബട്ട് ഗ്രാജുവലി സ്ലോലി വീണ്ടും കുർബാന വിഷയത്തിലടക്കം ഒരു ചർച്ച ഉണ്ടാകും. കുർബാന വിഷയത്തിലടക്കമല്ല, എല്ലാ പ്രതിസന്ധികളെ സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. അല്ല, മാർപ്പാപ്പയുടെ ഉത്തരവിനപ്പുറം ഒരു നടപടി ഉണ്ടാകാൻ സാധിക്കുമോ? അത് എങ്ങനെയാണ് മാർപ്പാപ്പ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം, സിറോ മലബാർ സഭയോട് പറഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെ നടപ്പാക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഞാൻ അവരെ കേട്ടട്ടെ. പിതാവിന്റെ പ്രഥമ പരിഗണന ഈ എറണാകുളം ബസിലിക്ക തുറക്കുന്ന കാര്യത്തിലായിരിക്കും അതോ കുർബാന വിഷയത്തിൽ? ഒരു പ്രഥമ പരിഗണന ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ചാർജ് എടുക്കുന്നു. ഞാൻ എല്ലാവരും കേട്ട ശേഷം പരിഗണനകളൊക്കെ നിശ്ചയിക്കും. ഇപ്പോൾ ഒരു പ്രഥമ പരിഗണന എനിക്കില്ല. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മാർ റാഫേൽ തട്ടിൽ പുതിയ ദൗത്യത്തെ കാണുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് എല്ലാവരുമായി ചർച്ച വേണം, കുർബാന വിഷയത്തിലടക്കം ചർച്ച ഉണ്ടാകും. മാത്രമല്ല, ഈ എറണാകുളം ബസിലിക്ക തുറക്കുന്ന കാര്യം, സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും ആസ്ഥാന ദേവാലയമാണ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എറണാകുളം ബസിലിക്ക അടഞ്ഞു കിടക്കുകയാണ്. അത് തുറക്കുന്ന കാര്യത്തിലടക്കം ഒരു തുറന്ന സമീപനം ആവശ്യമാണ് എന്നാണ് സീറോ മലബാർ സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇപ്പോൾ ന്യൂസ് 8-നോട് പ്രതികരിച്ചത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നിന്നും ടോം കുര്യാക്കോസ്, ന്യൂസ് 18. പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദിനെ ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്തു. കൊച്ചിയിലെ NIA കോടതിയുടേതാണ് തീരുമാനം. വിവരങ്ങളുമായി നവമി ചേരുകയാണ്. നവമി, റിമാൻഡ് ചെയ്തിരിക്കുന്നു ഈ മാസം 24 വരെ. വിശദാംശങ്ങൾ എന്തൊക്കെ? സവാദിനെ ഈ മാസം 24 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ NIA കോടതിയിൽ നിന്നും സവാദിനെ പുറത്തേക്ക് കൊണ്ടുവരും. ഞാനിപ്പോൾ ഉള്ളത് NIA കോടതിയിലാണ്. ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് സവാദിനെ 5 മണിയോട് കൂടിയാണ് സവാദിനെ NIA കോടതിയിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ പ്രധാനപ്പെട്ട NIA കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, സവാദ് കണ്ണൂരിൽ മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, ഷാജഹാൻ എന്നൊരു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. അതിനായാണ് എറണാകുളം തന്നെ സബ് ജില്ലയിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് കോടതിയിൽ ഉന്നയിച്ചത്, NIA ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. സവാദിനെ എന്തായാലും എറണാകുളം സബ് ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി നടത്തേണ്ടതുണ്ട്. കാരണം 13 വർഷമായി സവാദ് മറ്റൊരിടത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഈ ഷാജഹാൻ എന്ന പേരിൽ ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തത് സവാദിന് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചറിയൽ പരേഡ് ആവശ്യമാണ് എന്നുകൂടി NIA കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സവാദ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് തനിക്ക് മൈഗ്രെയിൻ ആണ്, ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിടണം എന്നുള്ളൊരു ആവശ്യമാണ് സവാദ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും 21 ദിവസത്തേക്കാണ് ഇപ്പോൾ സവാദിനെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പിടിയിലായിട്ടില്ല എന്ന് ടി ജെ ജോസഫ് പ്രതികരിച്ചു. എന്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിന്റെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമ സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത്. എങ്കിലും ഒരു പൗരന്ന നിലയിൽ ഇവിടെ കുറെയെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിന്റെ യഥാർത്ഥ പ്രതികൾ ശരിയായിട്ടുള്ള
കൾപ്രിറ്റുകൾ ഈ കേസിന്റെ മുഖ്യധാരയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ്. സവാദിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കാരണം അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രതി 13 വർഷക്കാലം എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല. കേരളം ഭീകരവാദികൾക്ക് സുരക്ഷിത താവളമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മട്ടന്നൂർ സിപിഎമ്മിന് ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. രാജ്യത്ത് ഭീകരന്മാർ ഒളിവിൽ കഴിയാൻ പറ്റുന്ന സ്ഥലമായി കേരളം മാറി. IS റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കണ്ണൂരിൽ നിന്നെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തെ നടുക്കിയ കൈവെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ മട്ടന്നൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത സംഭവം കേരളം തീവ്രവാദികൾക്ക് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിൽ ഭീകരന്മാർക്ക് ഒളിച്ചു താമസിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമായി മാറിക്കഴിഞ്ഞു. മട്ടന്നൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മട്ടന്നൂരിലാണ് CPMന് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ളത്. ഭരിക്കുന്ന കക്ഷിക്ക് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കേരള പോലീസിന്റെ മൂക്കിന് താഴെ ഈ ഭീകരവാദി ഒളിച്ചു താമസിച്ചത്. എത്രമാത്രം സുരക്ഷിതമായി കേരളത്തിൽ ഭീകരന്മാർക്ക് ഒളിവിൽ കഴിയാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ. തടിയന്റെ അവിടെ നസീറിനായാലും മറ്റ് ഭീകരന്മാരുടെ കേസുകളെല്ലാം നോക്കിയാൽ അവർ ഒളിച്ചു താമസിക്കാൻ കണ്ടെത്തുന്ന സ്ഥലം CPMന്റെ പാർട്ടി ഗ്രാമങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല. പത്രക്കാർക്ക് പോകാൻ കഴിയില്ല, അന്വേഷണ ഏജൻസികൾക്ക് പോകാൻ കഴിയില്ല, പോലീസിന് ശരിയായ നിലയിൽ കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അവിടെ എല്ലാം കാണുന്നത് മതഭീകരന്മാരെ വലിയ തോതിൽ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ്. ഈ സംഭവം കേരളത്തിലെ പോലീസിന്റെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട സംഭവമാണ്. 13 വർഷം കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഒരു ഭീകരവാദ ആക്രമണത്തിലെ ഒന്നാം പ്രതി ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ ഒളിച്ചു താമസിച്ചു എന്നുള്ളതാണ്. കൈവെട്ട് കേസിന് പിന്നിലെ ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം അവരിലേക്കും പോകേണ്ടതാണെന്ന് ഫാദർ പോൾ തേലക്കാട്ട് പ്രതികരിച്ചു. പോലീസിന്റെ ഒരു ഉത്തരവാദിത്വ രാഹിത്യമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അതായത് നിയമത്തിന്റെ കണ്ണ് ബോധപൂർവം അടച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഉത്തരവാദിത്വ രാഹിത്യം ഇങ്ങനെ ഗൗരവമായ കേസിൽ പോലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തും ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നിയമത്തിന്റെയും പോലീസിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആർക്കും ഉപകാരപ്രദമല്ല. അത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും നീതിയുടെയും നിയമത്തിന്റെ നടപ്പിലാക്കലിനും ഒക്കെ ഗൗരവമായ പ്രതിസന്ധിയായി മാറുന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ ഇടയാകുന്നതാണ് തികച്ച അപകടകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനാകൂ. ഇപ്പൊ ഇങ്ങനെ ഒരു വീണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നുള്ളത് പുതിയ സത്യസന്ധമായ അന്വേഷണത്തിന് വഴിതെളിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതായത് ഇതിന്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകാനുള്ള പോകേണ്ടതാണ്. അങ്ങനെ പോകുമെന്നാണ് എന്റെ പ്രത്യാശ. ശിവസേന തർക്കത്തിൽ ഉദ്ധവ് വിഭാഗത്തിന് തിരിച്ചടി. ഷിൻഡെ വിഭാഗം യഥാർത്ഥ പാർട്ടിയെന്ന് മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നാൽവേക്കർ. 2018 പാർട്ടി പിളർന്ന ശേഷം ഉദ്ധവ് വിഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനും തനിക്കും മുൻപാകെ സമർപ്പിച്ച പാർട്ടി ഭരണഘടനാ പകർപ്പ് അപൂർണമാണ്. പകർപ്പിൽ തീയതി രേഖപ്പെടുത്തിയിരുന്നില്ലെന്നും അതിനാൽ അത് തള്ളുകയാണെന്നും രാഹുൽ നാൽവേക്കർ വെളിപ്പെടുത്തി. അതിനാൽ 27 ഫെബ്രുവരി 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച കത്തിൽ പറയുന്ന ഭരണഘടന അംഗീകരിക്കുകയാണെന്നും നാൽവേക്കർ കൂട്ടിച്ചേർത്തു. And records before me prima facie indicate that no elections were held in the year 2013 as well as in the year 2018. However, I, as the Speaker, exercising jurisdiction under the 10th schedule, has a limited jurisdiction and cannot go beyond the record of the ECI as available on the website, and hence I have not considered this aspect while determining the relevant leadership structure. Thus, in view of the above conclusions,
I find that the leadership structure of Shiv Sena reflected in the letter dated 27th February 2018 available on the website of the ECI is the relevant leadership structure which has to be taken into account for the purpose of determining which faction is the real political party. The question whether which faction is the real political party is discernible from this 2018 leadership structure is discussed in paragraph 112 to 131 infra of the present order. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നിബന്ധനകൾ വെച്ച് മണിപ്പൂർ സർക്കാർ. ഉദ്ഘാടന വേദിയായി നിശ്ചയിച്ചിരുന്ന ഇംഫാലിലെ ഹബ്ത കാങ്ജെയ്ബുങ് ഗ്രൌണ്ടിൽ റാലി നടത്താനാകില്ലെന്ന് സർക്കാർ കോൺഗ്രസിനെ അറിയിച്ചു. അന്നേ ദിവസം ഇംഫാലിൽ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിനാലാണ് പൂർണ്ണമായ അനുമതി നൽകാനാവില്ലെന്ന വിശദീകരണം. യാത്രയ്ക്ക് പൂർണ്ണമായ അനുമതി നിഷേധിച്ചിട്ടില്ലെന്നും ചില നിബന്ധനകൾ മാത്രമാണ് വെച്ചതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഈ മാസം 14-ന് ഇംഫാലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മാർച്ച് 20-ന് മുംബൈയിൽ അവസാനിക്കും. ഇടവേള. പ്രതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മുഖ്യപ്രതി. പക്ഷേ നമ്മുടെ നിയമ സംവിധാനവും പിന്നെ ഒക്കെ അനുസരിച്ച് എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ആള്, എന്നിൽ കൂടുതൽ മുറിവുണ്ടാക്കിയ ആളാണ് ഒന്നാം പ്രതി. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആയുധം മാത്രമാണ്. ശരിയായിട്ടുള്ള പ്രതികൾ ഇതിനു വേണ്ടിയിട്ട് തീരുമാനം എടുത്തവരാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും കാണാമറയത്താണ്. ഇദ്ദേഹം അതിന്റെ ഒരു ഒരു പിണിയാൾ മാത്രമാണ്, അവരുടെ ആജ്ഞാനവർത്തി മാത്രമാണ്, ഒരു ആയുധം മാത്രമാണ്. അദ്ദേഹത്തെ ജയിലിലടച്ചുകൊണ്ട് അല്ല ഇതുപോലുള്ള സംഭവങ്ങളെ നമുക്ക് ആവർത്തിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പിന്നിലുള്ള ക്രിമിനൽ ബുദ്ധികളെ കണ്ടെത്തി അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഇതുപോലുള്ള ആക്രമണ സംഭവങ്ങളൊന്നും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും നമ്മുടെ നിയമ സംവിധാനത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതുകൊണ്ട്. എന്നാൽ ഈ കേസിന്റെ വിചാരണ 2 ഘട്ടം കഴിഞ്ഞതാണ്. ഇദ്ദേഹത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരെ വെച്ച് വിചാരണയൊക്കെ പൂർത്തിയാക്കി അതിനകത്ത് ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇനിയും ഇതിന്റെ 3-ാം ഘട്ട വിചാരണ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ വെച്ചാണ് ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുന്നത്. 13 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കണ്ണൂരിൽ നിന്ന് തന്നെ ഇയാളെ പിടികൂടാൻ സാധിച്ചിരിക്കുകയാണ്. വിദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ തിരച്ചിലുകൾ ഇയാൾക്ക് വേണ്ടി നടത്തിയിരുന്നു. ചാരസംഘടനയായ റോ ഉൾപ്പെടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടുകിട്ടിയിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ കണ്ണൂരിൽ വെച്ച് ഇയാൾ പിടിയിലായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 2010 ജൂലൈയിലാണ് TJ ജോസഫ്, മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന TJ ജോസഫിന്റെ കൈവെട്ട് കേസുമായി കൈവെട്ടിയതിനു ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു. ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയി എന്നായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി പറഞ്ഞത്. ഇയാളുടെ കൈവശമായിരുന്നു ഈ കൈവെട്ടാൻ വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ UDF. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഈ മാസം 31-ന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് തീരുമാനം. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ച ഫെബ്രുവരി ആദ്യവാരത്തോടെ പൂർത്തിയാക്കാനും ഏകോപന സമിതി യോഗത്തിൽ ധാരണയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് UDF ഏകോപന സമിതി യോഗത്തിന്റെ തീരുമാനം. ഈ മാസം 31-ന് മുമ്പ് മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ രൂപീകരിക്കും. ഫെബ്രുവരി 10-ന് മുമ്പ് അസംബ്ലി മണ്ഡലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിക്കും. അതിനുശേഷം ജനുവരി അവസാന വാരവും ഫെബ്രുവരി ആദ്യവാരവും കൊണ്ട് മുഴുവൻ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും UDF ഏകോപന സമിതി യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് UDF പാർലമെന്റ് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും അസംബ്ലി നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലും നേതൃസമ്മേളനങ്ങൾ വിളിക്കാനും ഇലക്ഷൻ നേരിടാനുള്ള കമ്മിറ്റികൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. മുൻപ് ഉണ്ടാകാത്ത വിധം ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നും യോജിച്ച പ്രവർത്തനത്തിലൂടെ മാത്രമേ മികച്ച വിജയം കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ എന്നുമാണ് UDF ഏകോപന സമിതി യോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും വ്യക്തമാക്കിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ
കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഇന്നത്തെ യോഗത്തിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുത്തില്ല. KPCC അധ്യക്ഷൻ ന്യൂയോർക്കിലാണ്. പക്ഷേ അദ്ദേഹം യോഗ തീരുമാനങ്ങളും മറ്റ് കാര്യങ്ങളുമെല്ലാം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അറിയിക്കുന്നുണ്ട് എന്നാണ് UDF നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഐക്യത്തോടെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രവർത്തകർ പിന്നീട് റോഡ് ഉപരോധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാമ്യം കിട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതായി MV ഗോവിന്ദൻ ആരോപിച്ചു. സമരം ചെയ്താൽ കൽത്തുറുങ്കിൽ കിടക്കേണ്ടി വരും. അതിനുള്ള ആർജവം കാണിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും കേസ് കൈകാര്യം ചെയ്യുന്ന കേസെന്താ അവസാനിച്ചു? ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് ആ കേസ് അവസാനിപ്പിക്കാൻ കഴിയുമോ? അല്ല, ഭണ്ഡാര പറഞ്ഞതുപോലെ പാമ്പ് കടിച്ചാൽ പുല്ല് തെറ്റാ പോകുന്നത്. പാമ്പ് കടിച്ചാൽ ഫലപ്രദമായ ചികിത്സയില്ലേ പറ്റുള്ളൂ. അത് വേറെ എന്തെങ്കിലും പരിപാടി കൊണ്ട് നടത്താൻ അവസാനിപ്പിക്കാനാവുമോ? അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ആ ഗൗരവമുള്ള പ്രശ്നം ഗവൺമെന്റിന്റെ സംവിധാനത്തിനെതിരായി ശരിയായ കടന്നാക്രമണം നടത്തിയിട്ടുള്ള ഒരു രൂപമാണ്. അതാണ് കോടതി എന്ന് ചോദിച്ചു. കേരള കോൺഗ്രസിനെ UDFിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സമയമായെന്ന് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് മടങ്ങിവരാൻ തയ്യാറാണോ എന്ന സൂചന കിട്ടിയാൽ ഉടൻ ചർച്ച തുടങ്ങണമെന്നാണ് ലീഗിന്റെ നിലപാട്. മുന്നണി വിപുലീകരണത്തിനായുള്ള വിട്ടുവീഴ്ചയ്ക്ക് UDF ഘടകകക്ഷികൾ തയ്യാറാകണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു PMA സലാം. ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെയാണ് ലീഗ് നിലപാട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അത് മറ്റേ മുന്നണി സശ്രദ്ധം വീഴ്ചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് മാണിയെ LDFിലേക്ക് കൊണ്ടുവന്നതും. അപ്പോൾ അന്ന് LDF കാണിച്ച ആ ഒരു തന്ത്രപരമായ ഒരു സമീപനം അത് UDFിന്റെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഞാനത് ആത്യന്തികമായി ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ആ സമീപനം തന്ത്രപരമായതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. തന്ത്രപരമായ സമീപനങ്ങളായതുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് അപകടകരമായി. നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പുറത്തു പറയാവുന്നതല്ലല്ലോ. UDFിൻ്റെ തീരുമാനമല്ല നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. അല്ല, അങ്ങനെയല്ല. ഈ കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാകുക. അതിലേക്കുള്ള ചർച്ചകൾ പോകേണ്ട സമയമായിട്ടുണ്ട്. ചർച്ച വരുമോ എന്നുള്ള അജണ്ട കണ്ടിട്ടില്ല. ഏതായിരുന്നാലും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDF ചർച്ച ചെയ്യും. മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നേരത്തെയുള്ള തീരുമാനമാണ്. PMA സലാമുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 കാണാം. 2047ഓടെ ഗുജറാത്ത് മാത്രം $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. 2047ഓടെ ഇന്ത്യയെ 35 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കുന്നതിൽ നിന്ന് ഒരു ശക്തിക്കും തടയാനാവില്ലെന്നും മുകേഷ് അംബാനി പറഞ്ഞു. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മുകേഷ് അംബാനി. The coming generations will indeed be thankful to Prime Minister Modi for being both a nationalist and an internationalist. You have laid a solid foundation for Viksit Bharat, India as a fully developed nation in Amrit Kal. No power on earth can stop India from becoming a $35 trillion economy by 2047. And as I see, Gujarat alone will become a $3 trillion economy. Therefore, I am confident, every Gujarati is confident, and every Indian is confident that the Modi era will take India to new summits of prosperity, progress, and glory. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 5000